ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സേഫായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു അടിപൊളി മാർബിൾ കേക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു ഗ്ലാസ് മൈദയാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഇതുപോലൊരു അരിപ്പ് വെച്ചിട്ട് നല്ലവണ്ണം അരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ്. 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. പിന്നെ 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുന്നത് വെച്ചാൽ വല്ല കട്ടയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഈ മിശ്രിതം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കണം. മധുരത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് മാറ്റം വരുത്താം. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. മുട്ട ഫ്രിഡ്ജിലാണ് ഉള്ളതെങ്കിൽ നേരത്തെ എടുത്ത് മാറ്റി വെക്കണം. തണുത്ത മുട്ട യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവില്ല. റൂം ടെമ്പറേച്ചറിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എടുത്ത് വെക്കേണ്ടത്. അതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടി ആഡ് ചെയ്യണം. മുട്ടയുടെ സ്മെല്ല് മാറി കിട്ടാനാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ മിശ്രിതം നമുക്ക് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം കുറേശ്ശെയെന്ന് വെച്ചാൽ 2 സ്പൂണാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇടുന്നത്. അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ബാക്കി മിശ്രിതം കൂടി കുറേശ്ശെ ഇട്ട് നമ്മൾ അടിച്ചെടുക്കും. ഒരുമിച്ച് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ കട്ട കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം കേക്കിൻ്റെത് എന്താ പറയുക, നന്നായി മിക്സായി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഇട്ട് അടിക്കുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. 1 ഗ്ലാസ് വൈറ്റ് ബാറ്ററും 1 ഗ്ലാസ് കൊക്കോ ബാറ്ററാണ് നമുക്ക് കേക്കിന് ആവശ്യം. അപ്പം ഞാൻ 1 ഗ്ലാസ് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് മടക്ക് വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ബാക്കി വരുന്ന ബാറ്ററിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് 2 സ്പൂണ് കൊക്കോ പൗഡർ ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. കട്ട വല്ലതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഇതിലേക്ക് നമുക്കിനി കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം പാൽ ഓൾറെഡി ഇപ്പം ഫ്രിഡ്ജിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പേ പാലും മുട്ടയും നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കണം. റൂം ടെമ്പറേച്ചറിൻ്റെ ലെവലിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി എടുത്ത് വെക്കുന്നത്. തണുപ്പില്ലാതെ വേണം യൂസ് ചെയ്യാൻ. അപ്പം നമുക്ക് കൊക്കോ പൗഡർ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ലോണം നമുക്ക് മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഞാൻ 3 സ്പൂണ് പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് നോക്കാം. കണ്ട, മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷമുള്ള മിശ്രിതമാണിത്. പെർഫെക്റ്റായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പം വൈറ്റ് ബാറ്ററും കൊക്കോ ബാറ്ററും റെഡിയാണ്. നമുക്കിതിനി പാത്രത്തിലേക്ക് എങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിനുശേഷം അടിയിൽ മൊത്തത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് പരത്തി കൊടുക്കാം. ഇതിലേക്കാണ് നമ്മൾ വൈറ്റ് ബാറ്ററും കൊക്കോ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കൊക്കോ ബാറ്ററും കൂടി ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഓവനൊന്നും ഇല്ലാത്തവർക്ക് സുഖമായിട്ടും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതേപോലെ നമുക്ക് എല്ലാ മിശ്രിതം ഒഴിച്ച് കഴിഞ്ഞ് ഇതേപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു വരയിട്ട് കൊടുക്കുക, ജസ്റ്റ് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ
ചൂടാൻ വെച്ചിട്ടുണ്ട് മിനിമം ഫ്ലെയിമിൽ. അതിൻ്റെ മുകളിലേക്കാണ് ഈ നോൺ സ്റ്റിക്ക് പാന് ഞാൻ വെക്കാൻ പോകുന്നത്. ഇനി ഒരു 25 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു മൂടി വെച്ച് അടയ്ക്കുമ്പോൾ ഇതിൻ്റെ ഹോള് ഒരു കോട്ടൺ ഉപയോഗിച്ച് അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കായെന്ന് നമുക്ക് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ഇതുപോലെ കുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിക്കിൽ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുക്കായിട്ടില്ല എന്നാണ്. ഇതിപ്പം പിടിച്ചിട്ടില്ല, അപ്പം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കേക്ക്, അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഓവൻ ഇല്ലെങ്കിലും സുഖമായിട്ട് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇഷ്ടമായ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. കണ്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്ക്, സീബ്ര കേക്ക് റെഡി. താങ്ക് യു.